ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഇത്രയും പേരും കൂടെ വെറുതെ പുറത്തിറങ്ങാം. പിന്നെ എന്താടി മൂക്കുത്തി വാങ്ങാൻ പോണം. അമലക്കല്ല ആദരിക്കും മൂക്കുത്തി മാറ്റണം. അപ്പൊ അത് വാങ്ങണം. പിന്നെ ഒന്ന് ചായ കുടിക്കാം. പിന്നെ എന്തൊക്കെയോ ജസ്റ്റ് റിയേച്ചി സാധനങ്ങൾ വാങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു തെണ്ടി നടക്കൽ. അതെ, ഒരു ഔട്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞേക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഔട്ടിങ്ങിന് പോകണം. ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. ബൈ ഗൈസ്. ഇത് ഞങ്ങൾ എന്നും പോകുന്ന വഴിയാ, ഞങ്ങളുടെ ഫേവറേറ്റ് എന്നൊക്കെ പറയാം. ഞങ്ങൾ എല്ലാവരും ഈ വർഷം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങും. ഫേവറേറ്റ്സ് അല്ല, ഈ വഴി കൂടിയാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റും. ശരിയാ. ചങ്ങനാശ്ശേരിക്കുള്ള 3 വഴികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴി ഈ വഴിയാണ്. അതുകൊണ്ട് 24 മണിക്കൂർ ഈ വഴി കൂടെയാണ് ഞങ്ങൾ എപ്പോഴും പോവാറ്. ദാസപ്പനൊന്നും പറയാനല്ല, ഒരു കാര്യമില്ല, ഇതിലേക്കൂടെ തന്നെ പോകും. അതെ, ഫ്രൂട്ട്സ് വാങ്ങാൻ അല്ലേ. AM ഫ്രൂട്ട്സ് കട, അത് ഞങ്ങളുടെ മെയിൻ. ഒരാളുണ്ടാവില്ലേ മറ്റേ ലൈനെ വിളിച്ചോണ്ട് ഏത് നേരവും കറങ്ങി നടക്കുന്ന, നമ്മൾ ഇത്രയും പേര് ഗ്യാങ് കൂടി പോകുമ്പോൾ അതിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാള്. ഞങ്ങള് ചങ്ങനാശ്ശേരി എത്തി. ഹായ് പറ. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഭയങ്കര ഫ്രീ ആയി. ഞങ്ങൾ വെക്കേറ്റ് ചെയ്യണെന്ന്. അതിന്റെ സന്തോഷമാണോ? അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ വിട്ട് പോകുന്നതിന് ഫിനിഷ് വിട്ടു പോകുന്നതില് ചെറിയൊരു സന്തോഷം. അങ്ങനെ ഇവിടെ ഭയങ്കര തിരക്കല്ലേ, ഭയങ്കര ട്രാഫിക് ഒക്കെ. ഞങ്ങൾ നടന്നാ കഴിച്ച് പോകുന്നത്. വെയില് 4 മണിയൊക്കെ ആയതുകൊണ്ട് അത്രയധികം വെയിലില്ല, കുഴപ്പമില്ല. എന്നാലും ഭയങ്കര തിരക്കാ. ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നതിൻ്റെയാന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ നടക്കുന്ന അതേ ലീഡ് ചെയ്ത് നടക്കുന്നുണ്ട്. അതേപോലെ ഡ്രസ് ഇട്ട് 2 കുട്ടികൾ. അതെ, കഴിഞ്ഞു പോയി. അങ്ങനെ ഞങ്ങള് കടയിൽ കയറി. ഇതാണ് ഇവരെന്നും വരുന്ന കട എന്നാ പറഞ്ഞേ. ഇവള് ഏതോ ഏതോ മൂക്കുത്തി കണ്ടു വെച്ചിട്ട് പോയതല്ലേ. ഈ മൂക്കുത്തി എടുക്കാൻ വന്നപ്പോ വേറെ മൂക്കുത്തി കണ്ടിട്ട്. അപ്പൊ അത് വാങ്ങാൻ അന്ന് പറ്റിയില്ല. അപ്പൊ ഇന്ന് വന്ന് വാങ്ങാണ് ഗൈസ്. ഇവിടെ കൊറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ഇത് കമ്മലല്ലേ? റിയേച്ചിയും മൂക്കുത്തി വേണം. ഏത് മല ഇഷ്ടപ്പെട്ടെ? നമ്മളെ കടയിൽ വന്ന് ഇത് വല്ലതും വേണോ? ഇതിലേത് ഇഷ്ടപ്പെട്ടെ? സ്വർണത്തിന് വാങ്ങിച്ചു തരണേ. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേ. വാങ്ങിച്ചു തന്നില്ലെങ്കിൽ രത്നത്തിന്റെ കല്ല് പിടിപ്പിച്ച സാധനം ഞാൻ വാങ്ങിച്ചു തന്നില്ലെങ്കിലാണ് അവലെ നിന്റെ വീട്ടുകാർക്ക് വീഡിയോ എടുത്ത് സൂക്ഷിച്ചു. അതെ, കിട്ടി ഗൈസ്. അങ്ങനെ അടുത്തുനിന്ന് കാണിച്ചേ. ഇപ്പൊ റിയേച്ചിക്കും വേണം ഗൈസ്. നേരം അവള് ശ്രമിക്കുന്നു. കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നു. അഴിക്കാൻ പറ്റുന്നില്ല മൂക്കുത്തി. പാവം, എന്ത് ചെയ്യും? പല വഴികളും ശ്രമിക്കുന്നുണ്ട്. കിട്ടും നോക്കാം. കിട്ടി ഗൈസ്, കിട്ടി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കിട്ടി. അല്ല, കടയിലെ ചേച്ചിമാരെ മുഖത്തും കാണിക്കരുതെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. കാണിക്കാം ഗൈസ്. അപ്പൊ മൂക്കുത്തി പുതിയത് മേടിച്ചു. മൂക്കൊക്കെ ചുവന്നു. പക്ഷെ സുന്ദരിയുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. ആദ്യം എന്നെ കമന്റ് ചെയ്യേണ്ടി വരും. ഗൈസ്, ഞങ്ങൾ അടുത്ത കടയിൽ കയറിയേക്കുന്നത്. എന്ത് വാങ്ങാനാ കയറിയേച്ചി? ഞങ്ങൾ അറിയില്ല ഗൈസ്, എന്തേലൊക്കെ വാങ്ങണല്ലോ. മോഞ്ചത്തിയുടെ ട്വിൻ സിസ്റ്ററിന്റെ കടയാ. ഞങ്ങള് കയറിയ അപ്പുറത്തെ കടയിലെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു. വാങ്ങുന്നുണ്ടോ? ലിപ്സ്റ്റിക്ക് നോക്കുവാണ് ഗൈസ്. കിട്ടിയോ? ലിപ്സ്റ്റിക് കിട്ടിയോ? കുച്ചിക്കുടിയിനാണ് താല്പര്യം, പക്ഷേ അത് കിട്ടിയില്ല. പകരം വേറെ ഒരെണ്ണം കിട്ടിയത്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇതുപോലെ കട ഉണ്ടാ ഗൈസ്. കടലോട്ട് കാണുന്നത് ഭയങ്കര നമുക്ക് സന്തോഷം. ഭയങ്കര വിഷുവിന്റെ ഒരു സെറ്റപ്പായി കട. അവിടെ കുറെ കൃഷ്ണന്മാരെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലായിരുന്നു വിഷു എക്സാം ആയിട്ട്. ഇന്ന് ഞങ്ങളെ വീട്ടിലാണ്. ഇങ്ങോട്ട് വാ. നല്ല രസമില്ലേ? ഉണ്ട് ഗൈസ്, അടിപൊളിയാ. കൊറേ കൃഷ്ണനൊക്കെ ഉണ്ട്.
ഗൈസ് ഇതാണ് ഞങ്ങളെ PMJ കോംപ്ലക്സ്. അതെ, ഞങ്ങള് എപ്പോഴും വരലുണ്ട് ഇവിടെ, എല്ലാ ഞായറാഴ്ചകളിലും തന്നെ വരലുണ്ടെന്നാ തോന്നുന്നത്. ചായ കുടിക്കണം. നമ്മളിന്ന് കയറാനുള്ള കട അടച്ചു കഴിച്ചു. അപ്പുറത്ത് വേറെ ചായക്കട നമ്മൾ എന്നും കയറാനുള്ള ചായക്കട അടച്ചു കഴിച്ചു. ഈ കടയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഒരേ തിരക്കും, ആ തിരക്കിനിടയിൽ കൂടി പോയി കാപ്പി വാങ്ങലുമായിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി. പിന്നെ ഇതും വേറൊരു കടയായിരുന്നു. ഈ കട ഇപ്പോൾ SB കോളേജിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റി. പക്ഷേ ഇവിടെ ഒരു സാധനം കിട്ടുമായിരുന്നു, എന്താ സോഡ, മൊന്ത സോഡയോ അങ്ങനെ എന്തോ, അത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. ഇവിടുത്തെ ഇന്ന് ഞങ്ങൾ ലൈം സോഡ ലൈമാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടുമ്പോൾ എങ്ങനെയാണെന്നറിയാം. ഞങ്ങളുടെ ജ്യൂസ് കിട്ടി ഗൈസ്. ഇത് ഭയങ്കര വലുതാണ്. പണ്ട് ഇവിടെ എന്തായാലും കുടിക്കൂല, പിന്നെ വെറുതെ പണ്ട് ഇവിടെ മൊന്തയിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി ഇങ്ങനെ വലിയ ഗ്ലാസ്സിലായിരിക്കും. അയ്യാണ് ഗൈസ് പറഞ്ഞത്. അമല ഞങ്ങളുടെ ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുന്നു. കടക്കാരൻ വന്നവർ ചീത്ത പറയുന്നുണ്ട്. ചായ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലാസ്റ്റത്തെ PNJ വരവാണിത് എന്ന് തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നവരാണ്. രണ്ടുപേര് ആദ്യമേ പോയി ഗൈസ്, നല്ല തിരക്ക് വഴിവെട്ടി വന്നവരവര്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ അടുത്തെത്തി. ഇതാണ് കോളേജ്. ഋത്തുവിന് ഇടവഴി വെച്ച് കെട്ടി. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്